മലയാളികൾക്ക് സുപരിചിതനാണ് അസീസ് നെടുമങ്ങാട്. കോമഡി ഷോകളിലൂടെയാണ് അസീസിനെ മലയാളികൾ അടുത്തറിയുന്നത്. ടെലിവിഷൻ പരിപാടികളിലെ നിറസാന്നിധ്യമായിരുന്നു അസീസ്. പിന്നീട് സ്റ്റാർ മാജിക്കിലൂടെയും അദ്ദേഹം ജനപ്രീതി നേടിയെടുത്തു. സിനിമയിലും അസീസ് സജീവ സാന്നിധ്യമാണ്. കോമഡിയിൽ മാത്രമല്ല, സീരിയസ് വേഷങ്ങളിലും അസീസ് കയ്യടി നേടിയെടുക്കുകയാണ്. ഈ അടുത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം കണ്ണൂർ സ്ക്വാഡിൽ ചിരിക്കുക പോലും ചെയ്യുന്നില്ല അസീസിൻ്റെ കഥാപാത്രം. നാളിതുവരെ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന മനുഷ്യൻ തന്നെയാണോ ഈ ഗൗരവക്കാരൻ എന്ന് സിനിമ കണ്ടവർ അമ്പരന്നു പോയിരുന്നു. ഇപ്പോഴിതാ തൻ്റെ തുടക്കകാലം ഓർക്കുകയാണ് അസീസ് നെടുമങ്ങാട്. വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അസീസ് മനസ്സ് തുറന്നത്. തൻ്റെ നാട്ടിലെ ട്രൂപ്പിലൂടെയാണ് അസീസ് കലാകാരനായി മാറുന്നത്. കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ വളരെ സജീവമായ ക്ലബ്ബ് ഉണ്ടായിരുന്നു, പുതുക്കുളങ്ങര വിന്നേഴ്സ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ്. അന്ന് കൊച്ചിൻ കലാഭവനാണ് കേരളത്തിലെ പ്രശസ്ത ട്രൂപ്പ്. ആ ലൈൻ പിടിച്ചു തുടങ്ങിയ മിമിക്രി ട്രൂപ്പാണ് കലാസദൻ. ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലായിരുന്നു ആദ്യ പ്രോഗ്രാം. നാട്ടുകാർ എനിക്കൊരു നോട്ടുമാലയിട്ടു, നിലവിളക്ക് സമ്മാനമായി തന്നു. 7000 രൂപയായിരുന്നു ആദ്യത്തെ പ്രതിഫലം. അതോടെ ഞങ്ങൾ നാട്ടുകാർക്കിടയിൽ കലാകാരന്മാരാണെന്ന് അംഗീകരിക്കപ്പെട്ടു. എത്ര ഉയരത്തിലെത്തിയാലും പുതുക്കുളങ്ങര ശ്രീഭദ്രകാളി ക്ഷേത്ര നടയിൽ നിന്നാണ് തുടക്കം. ഞാനത് ഒരിക്കലും മറക്കില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കൽ സജി സുരേന്ദ്രൻ അമ്പലത്തിൽ ഉത്സവത്തിന് വന്നു. അവിടെ പ്രസംഗിച്ചവരെല്ലാം എന്നെക്കുറിച്ച് പറഞ്ഞു. സജിയേട്ടൻ്റെ അടുത്ത സിനിമയിൽ എനിക്കൊരു റോള് കൊടുക്കണമെന്നും പറഞ്ഞു. അങ്ങനെ എൻ്റെ നാട്ടുകാരുടെ കൂടെ സമ്മർദ്ദ ഫലമായാണ് സജിയേട്ടൻ്റെ കുഞ്ഞളിയൻ എന്ന സിനിമയിൽ അവസരം കിട്ടിയതെന്നും അസീസ് പറയുന്നു. ജൂനിയർ ആർട്ടിസ്റ്റായി കുറേ കാലം അഭിനയിച്ച ശേഷമാണ് അസീസിനെ തേടി വേഷങ്ങൾ എത്തുന്നത്. ഇതേക്കുറിച്ചും അസീസ് സംസാരിക്കുന്നുണ്ട്. എപ്പോഴോ എന്നല്ല, ജീവിതത്തിൽ നല്ലൊരു കാലം ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു. കവലയാണ് സീനെങ്കിൽ ചായക്കടയിലിരുന്ന് പത്രം വായിക്കുന്നയാൾ, കോടതിയാണെങ്കിൽ എന്തിനോ വേണ്ടി നടന്നു പോകുന്നൊരു വക്കീൽ. അങ്ങനെ ആരും അറിയാതെ സീനിൻ്റെ ചേരുവയായി കുറേ വർഷങ്ങൾ എന്നാണ് അസീസ് പറയുന്നത്. ജ്വാലയായി സീരിയലിൽ ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു. രാവിലെ സെറ്റിൽ ചെന്നാൽ ചിലപ്പോൾ വൈകുന്നേരം ഒരു പാസിംഗ് സീൻ കിട്ടിയാലായി. ഉദയനാണ് താരത്തിൽ ശ്രീനിയേട്ടൻ പറയുന്നത് പോലെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കും എന്ന് ഒരു സെറ്റിൽ വെച്ച് ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് അഭിഭാഷകന്റെ വേഷമായിരുന്നു, കോട്ട് ഊരിക്കൊടുത്തു പോന്നതാണ്. പിന്നീട് ആ ഭാഗത്തേക്ക് പോയിട്ടില്ലെന്നും താരം പറയുന്നു. ആക്ഷൻ ഹീറോ ബിജുവിലൂടെയാണ് അസീസ് ശ്രദ്ധിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അത് അജു വർഗീസിന് വേണ്ടിയുള്ള കഥാപാത്രമായിരുന്നു. ചീട്ടുകളിക്കാരിൽ ഒരാൾ മാത്രമായിരുന്നു ഞാൻ എന്നാണ് അസീസ് പറയുന്നത്. എൻ്റെ ഭാഗ്യം കൊണ്ട് അജുവിന് വരാൻ കഴിഞ്ഞില്ല. അപ്പോഴും ഞങ്ങൾ 4 ചീട്ടുകളിക്കാരിൽ ആർക്കാണ് നിവിൻ പോളിയുമായുള്ള കോമ്പിനേഷൻ സീൻ ഉണ്ടാവുക എന്നറിയില്ലായിരുന്നു. ചീട്ടുകളി സീൻ കണ്ടിട്ടാണെന്ന് തോന്നുന്നു എബ്രിഡ് ഷൈൻ എന്നെ സെലക്ട് ചെയ്തത്. 1-2 ഡയലോഗേ ഉള്ളൂ, എങ്കിലും അത് ക്ലിക്കായി. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ചെയ്ത ഉപകാരത്തിന് അജു വർഗീസിന് നന്ദിയെന്നും താരം പറയുന്നു.